ഞങ്ങൾക്ക് അന്യന്റെ സംസ്കാരം വേണ്ട, മറ്റൊരുത്തന്റെ ആചാരം വേണ്ട. അങ്ങ് പറഞ്ഞതാണ് ശരി, അങ്ങ് പ്രബോധനം ചെയ്തതാണ് ശരി, അങ്ങ് ജീവിതത്തിൽ പറഞ്ഞതാണ് ശരി. ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട ചെറുപ്പക്കാരാ, വേറൊരു ആചാരം വേണ്ട, വേറൊരു അനുഷ്ഠാനം വേണ്ട. ഇന്ന് നമ്മുടെ കല്യാണം മറ്റൊരുത്തന്റെ സംസ്കാരമാണ്, ഇന്ന് നമ്മുടെ പ്രസവം മറ്റൊരുത്തന്റെ സംസ്കാരമാണ്, ഇന്ന് നമ്മുടെ വീട്ടിലെ ഓരോ പരിപാടികളും ജൂതനസാറാക്കളുടെ പതിപ്പുകളാണ്. വേണ്ട മോനെ, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും പ്രവാചകനും പറയുന്നതിനപ്പുറത്തേക്ക് വേണ്ട. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്കെന്റെ സമൂഹത്തോട് പറയട്ടെ, വിവാഹം ജൂതനസാറാക്കളുടേതാക്കി മാറ്റിയ ഈ പരിസരത്ത് എവിടെയാണ് എനിക്കറിയില്ല, അടയാളപ്പെടുത്തുന്നില്ല. ഈ എടപ്പാളിനും വളാഞ്ചേരിക്കും ഇടയിലാണ് ഈ അടുത്ത സമയത്തൊരു പത്രവാർത്ത പ്രത്യക്ഷപ്പെട്ടത്. കല്യാണത്തിന് പെണ്ണിന്റെ വീട്ടിൽ വന്ന് വരന്റെ കൂട്ടുകാര് കല്യാണ വീട്ടിൽ ആവാസം നടത്തിയത്രേ. ആ കല്യാണ വീട്ടിൽ അടിയുണ്ടായത്രേ. ബന്ധുക്കളടക്കം പെൺകുട്ടികളടക്കം ആശുപത്രിയിലായത്രേ. ഈ വളാഞ്ചേരി എടപ്പാളിനെവിടെ ഇടയിലെവിടെയാണ് ഈ വാർത്ത സംഭവിച്ചത്, അല്ലേ? ഈ വളാഞ്ചേരി എടപ്പാളിനിടയിലല്ലേ സംഭവിച്ചത്? ഒരു സൈസ് സ്വഭാവം കാണിക്കാതെ ഇവിടെ അടുത്തല്ലേ നടന്നത്? മിണ്ടാണ്ട ബുദ്ധിമുട്ട് അല്ലേ? പുതിയാപ്ലയുടെ കൂട്ടുകാര് മണിയറയിൽ കയറി പൊളിച്ചു, മണിയറ പൊളിച്ചു, അടിയുണ്ടായി. പത്രവാർത്ത ശരിയാണെങ്കിൽ ഔ കമാകാല റവാഹു മനോരമ വ മാധ്യമം ശരിയാണെങ്കിൽ 7 വയസ്സുള്ള പെമ്പിള്ളേരടക്കം ആശുപത്രിയിലായി. നിന്റെ കല്യാണം ആരെ കല്യാണമാണ്? മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും പ്രവാചകനും ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ചലിക്കാത്തൊരു സമൂഹമായി നമ്മൾ മാറണം. നമ്മുടെ കല്യാണം ആരെ കല്യാണമാണ്? ജൂതനസാറാക്കടെ കല്യാണം. എവിടെ മുസ്ലിമേ, നിനക്കെന്തു പറ്റിപ്പോയി? ഈ ഒരു സഹാബത്തിന്റെ മോഡൽ വരണ്ടേ? പുതിയാപ്പിളയെ തെരഞ്ഞെടുപ്പ് നബിയെ, എനിക്കെന്നെ മുത്ത് റസൂല് പറഞ്ഞതിനപ്പുറത്തേക്ക് വേണ്ട. പറയോടി പെണ്ണുങ്ങളെ, നിങ്ങള് പറയാൻ പറ്റുമോ പെങ്ങളെ നിങ്ങൾക്ക്? അത് പറയാൻ നമുക്ക് കഴിയുമ്പോഴാൻ ചെറുപ്പക്കാരെ നിങ്ങൾ പറയോ? ആ സമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി സ്ത്രീകളുടെ വേഷവിധാനത്തെ കുറിച്ച്. പെണ്ണുങ്ങൾ അവിടെ തലമറക്കുന്ന തുണി കൊണ്ടവളുടെ അവരുടെ നെഞ്ചിലേക്ക് ആ തുണി താഴ്ത്തിയിടട്ടെ എന്ന് ആയത്തിറങ്ങിയപ്പോ വീട്ടിലേക്ക് ഓടിപ്പോയി സഹാബത്തുകളായ ഭർത്താക്കന്മാർ ഈ ആയത്തോടിക്കൊണ്ട് തങ്ങളുടെ പെണ്ണുങ്ങളുടെ തലയിൽ കിടന്ന തട്ടമെടുത്തിട്ട് നെഞ്ചു മറച്ചു കൊടുത്തു. അസ്ഹാബ് നബിയിൽ മുസ്തഫ. ഇവിടെ പെണ്ണുങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ സഹാബത്തവരുടെ പെണ്ണുങ്ങളുടെ തട്ടമെടുത്തിട്ട് നെഞ്ചു മറച്ചു കൊടുത്തു. ഖുർആന്റെ ആയത്തിറങ്ങി. സഹാബത്തെ, ഖുർആന്റെ ആയത്തന്നി ഭാര്യമാരെ, നിങ്ങളുടെ തലമറക്കുന്ന തുണി കൊണ്ട് നിങ്ങളുടെ നെഞ്ചു മറക്കണേ. പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് സഹാബത്തോടി പള്ളിയിൽ നിന്ന് നേരെ ഓടി വീട്ടിൽ ചെന്ന് പെണ്ണുങ്ങളോട് നെഞ്ചു മറക്കാൻ ആവശ്യപ്പെട്ടു. ഇനിയും എന്റെ ശബ്ദം കേൾക്കാൻ ഈ കാവുംപുറത്തെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറഞ്ഞു കൊടുക്കട്ടെയോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി. പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങളെ, വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ, അന്യപുരുഷന്മാരുടെ കൂടെ ഇടകലർന്ന് നടക്കരുത്. അന്യപുരുഷന്മാരെ നിങ്ങൾ സ്പർശിക്കരുത്. ആണും പെണ്ണും ഇടകലർന്ന് നടക്കരുത് എന്നായത്തിറങ്ങിയപ്പോ മദീനത്തെ പെണ്ണുങ്ങളുടെ പർദയുടെ അല്ലെങ്കിൽ അന്ന് അവരുടെ വസ്ത്രങ്ങളുടെ പുറകുഭാഗം വല്ലാതെ തേഞ്ഞുപോയത്രേ. എന്തെന്നറിയുമോ? മദീനയിലെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ അന്യപുരുഷന്മാര് തങ്ങളുടെ ശരീരത്തിന് തൊടുമോ എന്ന് ഭയന്ന് അവരും മതിലിന്റെ അടുകിലേക്ക് ചേർന്ന് നിന്ന് ചാരി നിന്ന് നടന്നു പോയപ്പോ ആ മതിലിന്റെ അടയാളം അവരുടെ വസ്ത്രത്തിൽ പതിച്ചിട്ട് അവരുടെ വസ്ത്രം പോലും നുരുമ്പി നരച്ചു പോയിരുന്നുവത്രേ. അള്ളാനെ പേടിച്ചതിന്റെ അടയാളമായി മദീനത്തിലെ പെണ്ണുങ്ങളുടെ അൻസാറുകളുടെ ഭാര്യമാരുടെ വസ്ത്രങ്ങൾ മുഴുവനും തേഞ്ഞു പോയിരുന്നു. അവരുടെ കളറുകൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. അത് പഴക്കം കൊണ്ടല്ല, നരകത്തെ പേടിച്ചതിന്റെ പേരിൽ, അള്ളാനെ പേടിച്ചതിന്റെ പേരിൽ അന്യപുരുഷന്മാരോട് നിങ്ങൾ ഇടകലർന്ന് നടക്കരുത് എന്ന ആയത്തിറങ്ങിയപ്പോ പേടിച്ചിട്ട് പുരുഷന്മാര് നടന്നു വരുമ്പോ അവരുടെ
ശരീരമെങ്ങാനും സ്പർശിക്കുമോ എന്ന് കരുതി മദീനയുടെ മതിലുകളിലേക്ക് അവർ ചേർന്ന് നിന്നു. ആ പെണ്ണുങ്ങൾ ഒതുങ്ങി നിന്നു. അങ്ങനെ അവരുടെ വസ്ത്രങ്ങളും മതിലിൽ തേഞ്ഞ് ചേർന്നിട്ട് അത് നിറം മങ്ങിപ്പോയിരുന്നുവെന്ന് ചരിത്രം പറയുമ്പോ, പെങ്ങളെ, ഇതാ ഖലല്ലാഹു വറസൂലുഹു അമറാ, അല്ലാഹും അവന്റെ പ്രവാചകനും ഒരു കാര്യം പറഞ്ഞാൽ ഒരിഞ്ച് പോലും അതിന്റെ അപ്പുറത്തേക്ക് പോകാത്ത ഒരു വിശ്വാസി സമൂഹത്തെ സൃഷ്ടിക്കേണ്ട ചെറുപ്പക്കാരാ, അതിലൂടെ നമുക്ക് നടക്കണ്ട മോനെ, അതിലൂടെ നമുക്ക് നടന്നു നീങ്ങണ്ട പൊന്നുമോള്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ